നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. കോൺട്രവേഴ്സി ഉണ്ട്. റഫറിയുടെ തെറ്റായ തീരുമാനമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം നിഷേധിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാർ അതിൽ റഫറിയോട് കളി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആവി ഹെർണാണ്ടസ് ഒരു കാര്യവുമില്ലാതെ തോമസ് ഷോർസുമായിട്ട് കോർക്കുന്ന കാഴ്ച എന്താണ്? ഹു ആർ യു എന്ന് തോമസ് ഷോർസ് ഉറക്കെ ചോദിക്കുന്ന നമുക്ക് ടി വിയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. അത് തന്നെയാണ് ആവി ഹെർണാണ്ടസിനോട് അവിടെ ചോദിക്കാനുള്ളത്. ഹു ആർ യു, നിങ്ങൾ എന്തിന് ഇതിൽ ഇടപെടണം എന്നുള്ളതാണ്. ആവി ഹെർണാണ്ടസ് അതിനു മുമ്പ് റഫറിമാരോട് തന്നെ എൽബോ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് കണ്ടിരുന്നു. ആ എൽബോയിങ് വിഷയം തന്നെ ആയിരിക്കണം ആ ഘട്ടത്തിൽ തോമസ് ഷോർസുമായിട്ട് കോർക്കാനുള്ള കാരണം. ഒരു കാര്യവുമില്ലാതെ അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ എത്തി ആവി ഹെർണാണ്ടസിനെ പിടിച്ചു മാറ്റുന്ന കാഴ്ച കണ്ടു. അപ്പോഴും അയാൾ തോമസ് ഷോർസിനെ നേരൊക്കെ തന്നെ ചെല്ലുകയാണ്. തോമസ് ഷോർസും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അദ്ദേഹവും ഇത് ഇങ്ങനെ തന്നെ ഹു ആർ യു എന്ന നിലയിൽ, ഇതൊക്കെ പറയാൻ താനാരടോ എന്ന നിലയിൽ തോമസ് ഷോർസും നിൽക്കുന്നുണ്ട്. എന്നാലും വലിയ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു തോമസ് ഷോർസും ടി ജെ പുരുഷോത്തമനും ഒക്കെ. ഒരു ഘട്ടത്തിൽ റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചതിന് തോമസ് ഷോർസിന് യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. ഇത് ബ്ലാസ്റ്റേഴ്സ് ജയിച്ച കളിയാണെന്നേ. ഈവന്മാർ രാഹുൽ കുമാർ ഗുപ്തയും അയാളുടെ അസിസ്റ്റന്റുമാരും ചേർന്ന് കളിയുടെ റിസൾട്ട് മാറ്റിമറിച്ചു. ആ ഗോൾ, ഡാനിഷ് ഫാറൂഖിൻ്റെ ഗോള് ഓഫ് സൈഡ് വിളിച്ചു. അതിന് മുമ്പ് ഒരു ഓഫ് സൈഡ് വിളിച്ചത് തെറ്റായിരുന്നു. ഇതും ഓഫ് സൈഡ് വിളിച്ചത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ കളിയുടെ റിസൾട്ട് തന്നെ ഇവർ മാറ്റിമറിക്കുമ്പോൾ അവരോടത് കളി കഴിഞ്ഞിട്ട് സംസാരിക്കണം. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് അതിലേക്ക് വന്ന് ഒരു കാര്യവുമില്ലാതെ ജംഷഡ്പൂർ എഫ് സിയുടെ താരം ഓർക്കേണ്ട ഒരു സന്ദർഭം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അനാവശ്യമായിട്ടുള്ള കാഴ്ചകളാണ്, സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടായത്. തോമസ് ഷോർസ് ചോദിച്ചു തന്നെയാണ് അവിടെ ചോദിക്കാനുള്ളത്. ഹു ആർ യു? ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.